അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവർ നിശബ്ദരായിരുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 4-ാം തിരുവചനം. കെട്ടകാലത്തിന്റെ പ്രതിനിധികളാണ് നിശബ്ദരായിരിക്കുന്ന ഈ ജനങ്ങൾ. കാരണം അവർക്കറിയാമായിരുന്നു സാപത്തിൽ നന്മ ചെയ്യുന്നതിന് വിലക്കില്ല എന്ന്. ഈശോയും സാപത്തിൽ കരുണയാലോ അത്യാവശ്യ കാരണത്താലോ പ്രേരിതരായി ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്നത് നിയമലംഘനമാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നന്മ പ്രവൃത്തികളിൽ നിന്നല്ല, ധനസമ്പാദനാർത്ഥമുള്ള ജോലികളിൽ നിന്നാണ് സാപത്ത് ദിവസം ഒഴിഞ്ഞു നിൽക്കേണ്ടത്. ജീവൻ രക്ഷിക്കാത്തത് ജീവൻ എടുക്കുന്നതിന് തുല്യമാണ്. സാപത്തിൽ പോലും ജീവൻ സംരക്ഷിക്കുന്ന പ്രവൃത്തികളിലേക്കാണ് അനുകമ്പ നമ്മെ നയിക്കേണ്ടത്. രാജ്യം സംരക്ഷിക്കാൻ യുദ്ധം ചെയ്യുന്നതിനായി യഹൂദർ താൽക്കാലികമായി സാപത്ത് ആചരണം നിർത്തിവയ്ക്കുന്നതായി മക്കബായരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു. ഏതൊരു കാലഘട്ടത്തിന്റെയും ശാപമാണ് നന്മയ്ക്കു നേരെ കൊട്ടിയടയ്ക്കപ്പെട്ട കണ്ണും കാതും അധരങ്ങളും. നന്മ ചെയ്യാൻ കാലവും സമയവും സന്ദർഭവും നോക്കരുത് എന്ന് ഈശോ നമ്മോട് പറയുമ്പോൾ, നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മുടെ മനോഭാവം എന്താണ്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.